ഷോക്ക് അടിച്ചു. അതെന്താ? ആദ്യമായിട്ടാ. എന്ത് ഷോക്ക് അടിക്കുന്നതോ? അല്ല, ഷോക്ക് നേരത്തെ അടുപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പെൺകുട്ടിയെ തുറന്നത് ആദ്യമായിട്ടാണ്. വെറുതെ സത്യമായിട്ടും പറയണ്ട കേട്ടോ. അമ്മച്ചാണ് സത്യം. ഇതുവരെ സത്യമായിട്ട് ഞാൻ അച്ഛൻ ഉറങ്ങിയ പിന്നെ അച്ഛൻ ഭയങ്കര ഉറക്കപ്രിയനല്ലേ. 7 മണിയാകുമ്പോ പായെടുത്ത് പിടിക്കും, അപ്പോഴേ കിടന്നുറക്കും. അടാ കൂർക്കമ്പലി കേൾക്കുന്നല്ല, ട്രെയിൻ വരുന്ന അച്ഛൻ. അപ്പൊ ചേട്ടനും ചേച്ചിക്കോ? അളിയനും പെങ്ങളുവാ. അളിയൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിൽ പോകുന്ന ആളാ. അപ്പൊ പുള്ളിക്ക് ഭയങ്കര തിരക്കാണ്. അപ്പൊ നാളെ എന്തോ സിനിമയുടെ ഷൂട്ടുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് റിസപ്ഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ എന്റെ 2000 രൂപ മേടിച്ചിട്ട് പുള്ളി വിട്ട് കളഞ്ഞു. അല്ല, അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ചേട്ടൻ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ. അളിയനെയാ? അപ്പൊ നാറി ഇതുവരെ പോയില്ലേ? അല്ല, അളിയൻ ഇതുവരെ പോയില്ലേ? ഞാൻ റൂമിലേക്ക് പോട്ടെ. നീ എന്തിനിപ്പോ റൂമിൽ പോണ? അയ്യോ, റൂമിലല്ല, മണിയറയിലേക്ക് പോട്ടെ. റൂമിലേക്ക് പോട്ടെ എന്ന് തിടുക്കവായില്ലേ? പോരാട്ടാ. എന്താ ഞാൻ 12 പൈസ തന്നാ. 12 പൈസ തന്നു. എടാ പൊറിഞ്ചു, എടാ ഇത്രയും സമയം ഉണ്ടായിട്ട് നിനക്ക് ഈ 12 പൈസ ചോദിക്കാൻ നിനക്ക് സമയം കണ്ടില്ലടാ. ഞാൻ ഈ മൂക്ക മുഹൂർത്തം ഞാൻ മണിയറയോട്ട് പോകണം. സമയം ഇത്ര ലേറ്റ് ആയിട്ടിരിക്കുന്നത്, ഇപ്പോഴാണ് നീ പൈസ ചോദിക്കണം. അതെ, ഒന്നാമത് എനിക്ക് ഇവിടെയല്ല, വേറെ പണിയുണ്ട്, മനസ്സിലായ? എടാ നിന്നെ ഇവിടെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ വേറെ ഞാൻ കുറെ പ്ലാനും പദ്ധതി ഉണ്ട് എന്റെ മനസ്സിൽ. അപ്പൊ നീ പൈസ ഇപ്പൊ തരില്ല? എടാ ഇപ്പോഴല്ലാതെ കണക്ക് നോക്കി നാളെ ആട്ടെടുക്കാൻ സമയം വേണോടാ ഇതിനൊക്കെ. അന്ന് മോന്റെ ആദ്യരാത്രി ഒന്നും മുടക്കും. പിന്നെ നീയാണല്ലോ എന്റെ ആദ്യരാത്രി തീരുമാനിക്കുന്നത്. ഞാൻ മുടക്കും. നീ എങ്ങനെ മുടക്കാൻ? ഞാൻ 12 കണ്ടാ. അതിന്റെ ഒരൊറ്റ നിന്റെ ബെഡ്റൂമിന്റെ ജനൽ കമ്പിലും വലിച്ച് കെട്ടി വെച്ചേക്കണ്. അതിന് അതഴിക്കാണ്ട് നീ എങ്ങനെ അതിന്റെ ഡോർ അടയ്ക്കുന്നു എനിക്കൊന്ന് കാണണല്ല. പിന്നെ ഡോർ തുറന്നിറങ്ങാൻ എനിക്ക് പുല്ലാണല്ലോ ഇവിടെ. എനിക്ക് ഞാൻ ഒളിഞ്ഞോക്കും. ഒളിഞ്ഞോക്കുന്നു. സീരിയസ് ആയിട്ടാ? സീരിയസ് ആയിട്ടുണ്ട്. ഒരു പോക്ക് പിടിക്കാൻ ആ ജന്നൽ അവിടെ വെക്കണ്ടായിരുന്നു. നിനക്ക് എത്ര പറഞ്ഞു? 25. എടാ പോത്തെ, നീ ബുക്ക് ചെയ്തപ്പോ പറഞ്ഞ 15,000 രൂപ ഒന്നല്ലേടാ? നിനക്ക് അത് അടയ്ക്കണോ? വേണ്ടാ, നീ പെര കത്തുമ്പോ തന്നെ നീ വാഴ വിടുക കേട്ടാ. 20 ഇതുണ്ടാവും, നീ വിട്ടെ. എന്നാ ശരി, കിട്ടോ. എടാ ആ കയറഴിച്ചിട്ട് പോണടാ. അത് എപ്പോഴഴിച്ച്? അയ്യോ, 25,000 വലിച്ച്. എന്തേലും കൊണ്ടാരോ വേട്ടെ. എന്തുവായാലും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാത്തിരുന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്നെൻ്റെ ആദ്യരാത്രിയാണ്. പക്ഷെ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്ന കിട്ടുകാരുന്നിയ. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിടർന്നൊരു വർണ്ണമഴ, പ്രണയമണി. ഈ ട്രെയിനിൽ എങ്ങോട്ടാണ് ഈ പോണത്? മഴയായോണ്ടേ പാലക്കാട് വഴി ട്രെയിൻ പോകുന്നില്ല. അപ്പൊ വേറെ റൂട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ പക്ഷെ നീ ആ റൂമിന്റെ റൂട്ടിലേക്കാണല്ലോ ഈ പോയോണ്ടിരിക്കണ മൊത്തം. അല്ല, അത് തന്നെ ഒന്നും അറിയാത്ത പോലെ ഒരു പെങ്കൊച്ചൊറ്റയ്ക്കല്ലേ ചാ? എടാ, നിന്റെ അമ്മ എന്നെ വിട്ട് പോയിട്ടുണ്ടല്ലോ 13 വർഷമായി. ഈ വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ അച്ഛൻ ഒറ്റയ്ക്കാണ് കിടക്കണം ചോദിച്ചിട്ടുണ്ടോ നീ? അച്ഛാ, ഇന്ന് അതുപോലാണ് അച്ഛാ. അച്ഛൻ്റെ ഫസ്റ്റ് ഡേറ്റ് അല്ലേ ചെന്ന്? ഞാനത് അങ്ങോട്ട് മറന്നടാ. അതാ മറക്കും. എന്റെ കാര്യമില്ല, അച്ഛൻ മറക്കുക. നീ വന്നേ. അതെ, അച്ഛൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് എന്തായാലും നിന്റെ ആദ്യരാത്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് റമ്മി കളിച്ചാലാ? ഈ പാതിരാത്രി 12:30 മണിക്ക് അച്ഛന് റമ്മി കളിക്കണം അച്ഛാ. റമ്മി കളിക്കാം. അച്ഛൻ ഈ റമ്മി കളിക്കുന്ന സമയത്ത് ആ കട്ടിന്റെ അടിയിരിക്കുന്ന റമ്മ എടുത്ത് കുടിച്ചോണ്ട് തലയ്ക്ക് പിരുത്തോ അവിടെ കാണാൻ പോയിരുന്നാ പോരാ അച്ഛാ. അതൊക്കെ ഞാൻ അടിച്ച് തീർത്തടാ. അച്ഛാ, ഞാൻ അകത്തോട്ട് പോകുന്ന ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് കിടക്കണം അച്ഛാ. സമയം പോകുന്ന അച്ഛാ. ഞാൻ അങ്ങനെ അകത്തേക്ക് പോകല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കല്യാണത്തിന് വന്നവരും പോരാട്ട് ഒരുപാട് കവറുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിക്കണം, എഴുതണം, കണക്ക് നോക്കണം, കുറെ കാര്യങ്ങളുണ്ട്. നീ ഇവിടെ ഇരുന്നേ. അച്ഛനല്ലേ അച്ഛാ വീട്ടിലെ കാരണവര്. അപ്പൊ അച്ഛൻ അത് നോക്കിയാൽ വെച്ചാൽ ഒരു പെങ്കൊച്ചകത്ത് ഒറ്റയ്ക്ക്. നീ ഇവിടെ വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നാളെ അളിയനും പെങ്ങളും കൂടി കൊണ്ട് പോകും. പോണ സമയത്ത് അവർ കണക്കൊക്കെ എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു അവരുടെ അടുത്ത്? അച്ഛാ, ഒരു ചില്ലി പൈസ എനിക്ക് ഇതിനകത്തൊന്നും വേണ്ട. മൊത്തം എന്റെ ആ ദരിദ്രവാസി അളിയനും പെങ്ങളും കൊടുത്തു വിടും. അത് ഞാൻ വിഷയമല്ല. ഞാൻ കടം മേടിച്ച് കടം തീർത്തോളാം അച്ഛൻ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇവിടെ ഇരുന്നേ. സമയം പോണ ചാവ് ഇരിയടാ. അയ്യേ, ഒരു കല്യാണം കഴിച്ചപ്പോ നീ എന്നെ ധിക്കരിക്കാണ്. നീ ഈ കാണുന്ന പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതൊക്കെ ഒന്ന് എഴുതിയിട്ടാ. നിക്കണ അതാ പോണ? അല്ല, ഞാൻ ഇരിക്കണമെന്ന് ചോദിക്കുന്നു. നീ ഇരിയടാ. ഒരു കാര്യം ചെയ്, അളിയെ വിടരുത്. ഞാൻ അതോട്ട് പോവാം. അച്ഛനൊരു കമ്പനി. നീ ഇവിടെ നിനക്ക് എന്താ വേണ്ട? എന്താന്ന് അച്ഛൻ അറിയാൻ പാടില്ല. എന്താ? അല്ല, അച്ഛന്റെ മൂത്ത മോള് പുഷ്പേനെ ഞാൻ കെട്ടി.
പുഷ്പേ ആ എന്റെ ഭാര്യ പുഷ്പ ആ. അവളെ കെട്ടി ആ. ബാക്കി ശ്രീധനം ഈ മുതലിന്റെ കല്യാണം കഴിയുമ്പോ തരാന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. അതെ അതെ ആണോ? അതെ. അപ്പൊ അത് തരുമോ? എനിക്ക് രാവിലെ മമ്മൂട്ടിയുടെ പടത്തിന്റെ ഷൂട്ടുള്ളതാണ്. എന്തോ മോഹൻലാലിന്റെ ഓ പുതുമുഖ നടനാണല്ലേ ഒരു ഷൂട്ടുണ്ട് എനിക്ക് വിശ്വസിക്കുന്നു. നിനക്ക് ആ സ്ത്രീധനത്തിന്റെ പൈസ ഞാൻ തന്നാ പോരെ? ഏഹ് സ്ത്രീധന പൈസ നിനക്ക് തന്നാ പോരെ? എനിക്ക് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ആ അതിന് ഇവിടെ കുറെ കവറുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൊട്ടിച്ചു വായിച്ചിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അല്ല ഞാൻ പറയട്ടെ, അത് മൊത്തം എനിക്ക് തന്നിട്ട് ബാലൻസ് എത്രയാണെന്ന് ഞാൻ അങ്ങോട്ട് തന്ന പ്രശ്നം തീരില്ല. ഇത് അങ്ങനെ തരേണ്ട കാര്യമില്ല. ഈ തന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിലെ കല്യാണം വരുമ്പോൾ നമ്മൾ കൂട്ടി കൊടുക്കണം, മനസ്സിലായോ? അത് കൊടുക്കണം. ആ, അതാ കണക്ക് നോക്കാതിരിക്കണം. കണക്ക് നോക്കാതിരിക്കാണ്. ഇവന്റെ ആദ്യരാത്രിയായിട്ട് 12:30 1 മണി ആകാൻ പോകുമ്പോ ഇവനെ കണക്ക് നോക്കാൻ ഇത്ര മര്യാദയാണ്. എടാ ഇതൊരു കാര്യം ചെയ്യും, ഒരു ഫുൾ എടുത്തുണ്ടോ? നമുക്ക് 100 പറഞ്ഞിരുന്ന് ഇത് എഴുതി റെഡിയാക്കാം. ഈ അർദ്ധരാത്രി സമയത്ത് അളിയിൽ ഞാൻ ഫുള്ളെടുത്തോണ്ട് ഒന്ന് 100 പറയാൻ അളിയാ. എവിടെ ഒരു കണക്ക് നീയും കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി. ഒരു കാര്യം ചെയ്യ്. ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ. നീ അവിടെ ഇരിക്കടാ. ഒരു കാര്യം ചെയ്യും, വായിച്ച് പെട്ടെന്ന് ഞാൻ എഴുതിയിട്ട് തന്നെ കണക്ക് പറയാം. എനിക്ക് തരാനുള്ളത് മേടിച്ചിട്ട് പോവുകയും ചെയ്യാലോ. അക്ഷരപിശാശ് വരാണ്ട് എഴുതണോട്ടാ. കറക്റ്റ് ആയിട്ട് എഴുതും പറഞ്ഞു. പെട്ടെന്നാവട്ടെ. പുതിയ വീട്ടിൽ ദാമു പുതിയ വീട്ടിൽ ദാമു 100. പിന്നെ 100 100 ആ ആ പിന്നെ അടുത്തത് നിനക്ക് സായിപ്പന്മാരൊക്കെ ഭയങ്കര ബന്ധമാണ്. സായിപ്പൊന്നുമില്ല, എനിക്ക് അങ്ങോട്ട് പോകണം. എന്താണ് ഇതൊരു ഇംഗ്ലീഷിൽ കീടനാശിനി. കീടനാശിനി? ആ കീടനാശിനി ഇവിടെ കാണിച്ചത് എടി ദിനേശൻ എന്നാണ് കീടനാശിനി ഇംഗ്ലീഷിലെ പേര്. അച്ഛൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. മലയാളമാണ് മറിച്ചേരം. അതല്ല ഞാൻ പറഞ്ഞു. അല്ല ഇവിടെ ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാണോ? കിടക്കണില്ലേ? അല്ല ഇവനെന്താ ഇവിടെ ഇരിക്കണേ? ഇവ കിടന്നില്ല ഇതുവരെ? കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് അവനോട് പിടിച്ചിരുത്തിയാണ്. അവൻ അറിയേണ്ടി കണക്ക് എന്താ? അല്ലേടാ അവൻ പോയി കിടക്കട്ടെ. അവന്റെ ആദ്യ രാത്രിയല്ലേ ഇന്ന്? എന്തത് ആദ്യ രാത്രി? നാളെ എന്നെ രാത്രിയല്ലേ? ഇനി അങ്ങോട്ട് രാത്രിയല്ലേ? പിന്നെ എന്റെ ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദ്യ രാത്രിക്ക് നിങ്ങൾ 7 മണിക്ക് ഒരു വാതിലടച്ച ആളാണല്ലോ. രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞേ, പരസ്യാക്കലേ. ഞാൻ മറന്നുപോയി. എടാ ഞാൻ എഴുതിക്കോളാം. മോൻ പോയി കിടന്നോ. നീ പോയി കിടക്കടാ. അല്ല ചായ ശരിയാണ്. 1 മണിയായില്ലേ? പോട്ടെ. നീ പോ. ഇത് അളിയന് എടാ ഞാൻ കയറാം. പൊക്കോ പോയിക്കോ. ആ പെൺകൊച്ചോ അല്ല കുഴപ്പമില്ല. ഓടാ, നീ പോയിക്കോ. എടാ ഒക്കോ ഓ ഇല്ല കുഴപ്പമില്ല. ഇത് പള്ളിയനും ഞാനോ പോയിക്കോടാ. നീ പോയിക്കോ. പോയിക്കോ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല. നീ ചെല്ലല്ലേ? നീ പൊക്കോ. ചുമ്മാ അടിയിരിക്കണ ചെല്ലടാ. ആദ്യത്തെ കൺമണി ഇട്ടടാ പൊക്കോടാ. അല്ല കുഴപ്പമില്ല. പൊക്കോന്ന്. അല്ല ഇത്രയൊക്കെ ആയില്ലേ? ഇനിയിപ്പോ ഈ കണക്കൂടെ നോക്കി തീർത്തിട്ട് പോവാം. തീർന്നിട്ട് പോയാൽ അവിടെ അല്ല അങ്ങനെ തീർന്നിട്ട് പോയാൽ മതി. അച്ഛാ അങ്ങനെ എന്റെ ആകെയുള്ള ഒരു ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതെ കല്യാണം മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊന്നും കഴിഞ്ഞു പറഞ്ഞു മനസ്സിലാക്കില്ല. ഇരിയടാ അവിടെ. നീ പറയടി. എടാ നീ കല്യാണത്തിന് എനിക്കൊരു സാരി എങ്കിലും മേടിച്ചു തന്നാ? എടാ നിനക്ക് 6000 രൂപ സാരി ഞാൻ മേടിച്ചു തന്നെ. അത് 6000 രൂപ സാരിയല്ലേ? പിന്നെ ഞാൻ വെറും കൊഞ്ഞാനാന്ന് വിചാരിച്ചെടുത്തി എന്നോട് പറയാൻ ഒരു പെണ്ണകത്ത് കിടക്കാൻ മിണ്ടരുത്. അതാ ഒറ്റ എന്താണ് കല്യാണം നിങ്ങൾ എനിക്ക് അവളെയാണ് കെട്ടിച്ചു തന്നല്ലേ? അതെ. അവക്ക് 1 9 സാരി മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. സിനിമയിൽ അഭിനയിക്കണവരെ അത് നിനക്കുണ്ട്. പിന്നെ അവളെ ആങ്ങളുടെ സാരി മേടിച്ചു തരാൻ പറയേണ്ട കാര്യം അതിന്റെ ആവശ്യമില്ല. ഞാൻ വെറും ഇതല്ല കേട്ടാ. അവക്ക് സാരി വേണേ എന്നോട് പറയണം. ഞാൻ സംസാരിച്ച് സമയം കളയല്ലേ അളിയാ. എനിക്ക് കലങ്കാരി സാരി. അരക്കാരി കലങ്കാരി സാരി എത്ര രൂപയാണ്? അതിന് സ്റ്റാർട്ടിങ് ഒരു 20,000 രൂപയാ. പക്ഷെ എനിക്കൊരു 40,000 രൂപയുടെ സാരിയെങ്കിലും മേടിച്ചു തന്നെ. 1 2 സാരി മേടിച്ചു കൊടുത്താൽ ഇവിടെ വായിരിക്കണ കേൾക്കണം. നിനക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം? ഒന്നും അല്ലല്ലേ ചാരം മുമ്പേ എന്നോട് പറഞ്ഞത്. എന്താന്ന്? എന്റെ അളിയാ ഇപ്പൊ തന്നെ കല്യാണത്തിന് തുണിയെടുത്ത് എന്റെ നിക്കറ് കീറിയിരിക്കുക. ഒന്ന് തുന്നിയാ തീരാവുന്ന പ്രശ്നം. കലങ്കീറി ഇവിടെ ഞാൻ മേടിച്ചു കൊടുക്കണം. ഞാൻ കലങ്കീറി എനിക്കറിയാം എനിക്ക് ആരും ഒന്നും മേടിച്ചു തരൂല. അടുത്ത വായര് ഇതാരടി ചന്ദ്രോത്ത് ചഞ്ചല്? ചന്ദ്രോത്ത് ചന്തൽ എത്രയാണ്? എത്ര? 50 രൂപ. എഴുതി. അടുത്ത വായര് എത്ര രൂപ? 50 രൂപ. അത് എഴുതിയെന്ന് ചന്ദ്രോത്ത് ചന്തൽ. അളിയാ ഇത് 50 രൂപ വന്നിട്ട് എന്റെ കല്യാണത്തിന് മാന്യമായിട്ട് ഒരു പൈസ. അങ്ങനെ ചെയ്യണത് ശരിയല്ലോ. ഒരു കല്യാണത്തിന് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ 50 രൂപ വെക്കാന്ന് പറഞ്ഞാൽ അത് ഉളുപ്പില്ലാത്തൊരു പരിപാടിയാണ്. അല്ല അത് എഴുതി, ഞാൻ എഴുതിയത്. അങ്ങനെയല്ലോ അത്. നമ്മൾ ഈ വന്ന കാലത്ത് ഒരു പാക്കറ്റ് മുട്ടായി പോലും കിട്ടിയാൽ 50 രൂപ. എടാ ഒരു ഹോട്ടലിൽ ഊണ് കഴിച്ച് 60 രൂപ കൊടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഇതൊക്കെ മൂക്കും മുട്ടാൻ അണ്ണിട്ട് പോയിട്ട് അവൻ വെച്ചിരിക്കണാണ് 50 രൂപ. അല്ല 50 രൂപ എഴുതിയ പിച്ചക്കാരും കൊണ്ട് തരുമല്ലോ 100 രൂപ. ഇതിപ്പോ എന്റെ ഡൗട്ട് അറിയാമോ? നാണമില്ലാത്ത ഈ ചന്ദ്രോത്ത് എന്നുള്ള പേര് എനിക്കറിയാം. അതെ ആ വീട്ടിൽ വരെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആരാണ് ഈ ചഞ്ചല? അച്ഛൻ ഒന്ന് നിർത്തച്ചാ. ചേട്ടന്റെ അച്ഛനാണ്. നിന്റെ അച്ഛന് വിരുദ്ധി നഗരന്നല്ലേ? വിളിപ്പേരാണ് ചഞ്ചൽ. പിന്നെ അളിയോ എന്നാ പിന്നെ ചിഞ്ചിലൊന്നും ഇടാൻ പാടില്ല. എടാ
എന്നെ ഇൻസർട്ട് ചെയ്യല്ലേ അല്ലെ ഇൻസർട്ട് ചെയ്യല്ല അച്ഛനും എടാ നിന്റെ അച്ഛന് വല്ല കാര്യണ്ടാ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ വീട്ടിലൊരു കുടുംബത്തിന് ഒരു കല്യാണം നടക്കാണ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക പോവുക അതിന് 50 രൂപ വെക്കാന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് പേര് സിനിമാടിയുടെ പേര് പണ്ടൊരു സിനിമയാണ് ചഞ്ചല്. ഞാൻ ഇത്ര പറഞ്ഞോളൂ നമ്മുടെ കുടുംബത്തിന് നടക്കുന്ന ഒരു കല്യാണം വരിക തിന്ന പോവുക അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അച്ഛന്റെ വായിന്ന് എന്താ വീണത്? ഇപ്പൊ അച്ഛന്റെ വായിന്ന് എന്താ വീണത് തിരിച്ചെടുക്കണം. അല്ല എന്റെ വൻ സെറ്റ് പല്ലും അച്ഛന്റെ വായിന്ന് ഇപ്പൊ വീണത് തിരിച്ചെടുക്കാൻ പറ പുഷ്പ പുഷ്പ. ചേട്ടാ അച്ഛൻ വെറുതെ തമാശ പറഞ്ഞാ അതല്ല അച്ഛൻ ഇപ്പൊ പറഞ്ഞെന്താണ്? തിന്നണ കണക്ക് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ വിട്ടാലും ഒരു പെങ്കൊച്ചൊറ്റയ്ക്ക് പെൺകൊച്ചിന്റെ കാര്യം മാത്രമല്ല എന്നെ ഇൻസൾട്ട് ചെയ്ത് നിനക്ക് കുഴപ്പമില്ല. പറ നീ പറയണ എന്താണ്? തിന്നണ കണക്കച്ഛൻ പറഞ്ഞില്ലേ? എന്ത് തിന്നെന്നാണ് അച്ഛാ? എന്താണ് തിന്നത്? ബിരിയാണി. ബിരിയാണിയാ? ആ, ചിക്കൻ എന്ത് കറി ബിരിയാണി? ഉണ്ടായിരുന്നല്ലോ. പിന്നെ എടാ നിന്റെ കല്യാണത്തിന് എന്റെ അച്ഛനും അമ്മേനെ വിളിച്ച് അവര് അന്തസ്സുള്ളതുകൊണ്ട് 1 മാസം മുമ്പേ കല്യാണം കൂടാൻ ഇവിടെ വന്ന് മിനിഞ്ഞാന്ന് മിണ്ടല്ലേ ഞാൻ പറയട്ടാ. മിനിഞ്ഞാന്ന് ഞാൻ ആ വടക്കേ മുറി ചെല്ലുമ്പോ എന്റെ അച്ഛനെ തിന്നണേന്നറിയാവാ അവല് നനച്ചതും പഴവും അച്ഛാന്ന് വിളിച്ചിട്ട് മിണ്ടണില്ല. എങ്ങനെ മിണ്ടാനാണ്? 1.5 കിലോ അവലും 1 കൊല്ലം പഴമാണ് കുത്തിയേറ്റത്. പിന്നെ എങ്ങനെ മിണ്ടായാള്? മിണ്ടാതിരിക്കുന്നത് നല്ലൊരു ദിവസമല്ലേ ഇത്? എന്ത് നല്ല ഇൻസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടി ഇവന്റെ അച്ഛനും ഈ വീട്ടിലേക്ക് വരാൻ അറിയാമോ? തിന്നാൻ വേണ്ടി മാത്രം വരണം അവര്. അച്ഛൻ ഇങ്ങനെ പറയല്ലേട്ടാ. എന്താടാ എനിക്കിത് കിട്ടണം. എടി ഞാൻ സീരിയലിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലത്ത് വയ്യ കൂടി പോകുമ്പോ ഇവള് ലെറ്ററുമായിട്ട് എന്റെ പുറകെ വരും. ഐ ലവ് യു ചേട്ടാ, ഐ ലവ് യു. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷം കഴിച്ച് ചത്തുകളെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുതലിനെ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അല്ല ഞാൻ അതോട്ട് പോണ്ടി. എടാ നീ എവിടെ ഇരിക്കുന്നു? നിന്നോടല്ലേ ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ടാ പോണത്. എന്താണ്? എന്റെ അച്ഛത് ഇയാളുണ്ടല്ല, ഞാൻ ആ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നേച്ചില്ലേ. എന്തൊന്ന് ഞാൻ പറയട്ടെ, ഞാൻ ട്യൂഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പേര് ലെറ്റർ ആയിട്ടൊക്കെ വന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പൊ ചത്തുകളയെന്ന് പറഞ്ഞോണ്ടാണ് അച്ഛൻ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത്. ഇതൊക്കെ ഇപ്പഴല്ല അന്ന് പറയണം. ഇപ്പൊ മനസ്സിലായ? ഇവിടെ തല വെച്ചേ മനസ്സിലായ? ഒരു ദരിദ്രവാസം പഠിച്ച കുടുംബമാണ്. അതാണ് സംഭവം. ദരിദ്രവാസി കുടുംബ നല്ല അന്തസ്സുള്ള കുടുംബമാണ്. എന്തന്തസാടാ എന്റെ അച്ഛൻ ഇവന്റെ കല്യാണം നടക്കാതെ ഇവിടെ നാറ്റ കേസായിട്ടിരുന്ന എങ്ങനെയാ കല്യാണം നടക്കാൻ? ഞാൻ കരക്കാർക്ക് മൊത്തം അറിയാല്ല. ഇവിടെ വന്ന ആശാവർക്കർ കൊച്ചുമണീനെ ഇവൻ കയറി പിടിച്ച ഒരു പെണ്ണിന്റെ വിചാരം മാത്രം സമയം തെറ്റി ഇതും കൂടെ കേട്ട വിഷയം കേട്ടോ. വിഷയമാണ്. അങ്ങനെ കല്യാണം നടക്കാതെ ഞാൻ മുൻകൈ എടുത്താണ് കല്യാണം നടത്തിയത്. ഇനി അത് പോയിക്കോട്ടെ, കല്യാണം വിളിക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടായിരുന്നാ? അത് ശരിയാണ്. ഞാനാണ് പോയത്. അല്ല അളിയൻ അങ്ങനെ ചെയ്ത സഹായത്തിന്റെ കാര്യമൊന്നും പറയാതെ. അപ്പൊ അളിയൻ പറഞ്ഞ അളിയൻ സിനിമയിൽ വലിയ ആളാണ്, ഭയങ്കര ബന്ധങ്ങളാണ്. എന്റെ കല്യാണത്തിന് സിനിമാടന്മാർ ഇവിടെ പന്തലി വന്ന് നിരന്നിക്കുമെന്ന് പറഞ്ഞാ ഇതെല്ലാം പോട്ടെ. ആനീസ് കിച്ചണിൽ നാനി വന്ന് ഇവിടെ വീശി പൊറോട്ട അടിച്ചു തരുമെന്ന് അളിയൻ പറഞ്ഞു. എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അതന്നെ ഷാജി സമ്മതിച്ചില്ല. ഏത് ഷാജി? ഷാജി കൈലാസ്. ഒന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങളത് ചെയ്തില്ല. പോട്ടെ. എന്താ പേര്? വിനോദ് എന്ന് പറഞ്ഞൊരു വിനോദിനെ എങ്ങനെ എന്റെ കല്യാണത്തൊന്നും കൊണ്ടുവരാൻ പാടില്ല. വരാന്ന് പറഞ്ഞല്ലോ വരും. ഞാൻ പറഞ്ഞില്ല ഇവനെ പോലുള്ള ഒരുത്തൻ കുടുംബത്ത് വന്നോ അന്ന് തുടങ്ങി നമ്മുടെ ശാപം. മനസ്സിലായ? എന്ത് ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ എന്നെ ഇൻസൾട്ട് ചെയ്ത ഈ മുതലിനെ ഇവിടെ നിർത്തിക്കോ, പിള്ളേരെ നിർത്തിക്കോ, ഞാൻ ഇവിടെ നിൽക്കാം. അച്ഛാ പോട്ടെ, ഇത് സമയം പോണ ഒരാളെ ഒന്നിനും ഞാൻ നിൽക്കൂല. ഞാൻ പോവും. നീ അവിടെ പോകണ്ടത്? എന്നെ ഇൻസൾട്ട് ചെയ്ത് വിട്ട് ഞാൻ നിൽക്കൂല. അവിടെ പോയിട്ടാ ഇരിക്കൂല. അവിടെ ഇറപോട്ട് ഞാൻ ഇരിക്കൂല ഇരിക്കൂല. അവിടെ ഇറപോട്ട് ഇരിക്കൂലെന്ന് അടിച്ചിന്റെ കറഞ്ഞ പിടിച്ചാണേ ഞാൻ ടെമ്പർ തെറ്റിക്കാണ്. എനിക്കറിയാൻ പാടില്ല സമയം തെറ്റിക്കാണ്. എട്ടാ ഇട്ടിക്കാനാ നിനക്ക് വേഷം കെട്ടാ വെള്ളത്തിലാണ് നിനക്ക്. എടാ നിന്റെ എന്റെ അച്ഛനെ മറന്ന് ഞാൻ വേറെ വല്ല വർത്തമാനം പറഞ്ഞേ കേട്ടാ. ഞാൻ പല നടികരെയും പാത്തിട്ടുണ്ട്, ഇതുമാരും ഒരു നടികരെ പാത്തതേ ഇല്ല. ആണ് ഇനി പാക്കാനിരിക്കുന്നേ ഉള്ളൂ. ഒരുത്തി പാക്കാനിരിക്കട്ടാ. ഞാൻ ഒട്ടച്ച 3 മണിയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് എന്തിന്റെ കേടാടാ? അല്ല ഞാൻ അച്ഛനാണ്, പ്രായമായി. എന്താ പറയുന്നുള്ള ബോധം പോലും എനിക്കിപ്പില്ല. അച്ഛന് ബോധം ഇല്ലല്ലോ. ഇന്നോ നാളെ പോണെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. എവിടെ പോണം? ചത്ത് തലക്ക് മേളി പോണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാളെ ചാകണേ പറയണേ, ഇപ്പൊ പന്തല് വേസ്റ്റ് ആക്കണ്ടല്ലോ. അതിലങ്ങോട്ട് കാര്യം അല്ല. ഞാൻ ഇനി ആർക്കായാലും എന്തെങ്കിലും എന്നോട് പറയണ്ടോ? ഒന്നും പറയണ്ട. എന്തെങ്കിലും വർത്താനം നിനക്കൊല്ലം പറയണ്ടോ? ഒന്നുമില്ല, പൊക്കോ. നീ പോയേ പൊക്കോടാ, പൊക്കോ. അല്ല വേണ്ട, ശരിയാവില്ല. എന്താണ് അതല്ലേ? അത് ശരിയാവൂല. എന്താ ഇതപ്പടി 1000 രൂപയുണ്ട്. ഇനി വണ്ടിക്കൂലിക്കെന്നും പറഞ്ഞ് വെളുപ്പാൻ കാലത്ത് എന്റെ കഥവേ ഒന്ന് മുട്ടാൻ നിൽക്കണ്ട. ഇല്ല കേട്ടാ? ഇല്ല. ഇതുറപ്പിടിക്കും. ഇതെന്തിനാ? ഇത് 50 രൂപ. ചഞ്ചലിന് കൂടെ ചിച്ചിനം മേടിക്കട്ടെ. കേട്ടാ? ഒരു മനുഷ്യൻ എന്നെ ഇനി വിളിച്ച കൊച്ചൊറ്റ പോടാ. ഒരുപാട് സ്വപ്നങ്ങൾ അറിയാമോ? പിന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കാൻ കേട്ടിട്ടുണ്ട്. ഭ്രാന്ത് അച്ഛാ ധാരാ വന്നെന്ന് നോക്കി. ആരടാ? അച്ഛ സിനിമാടൻ വിനോദ്, യൂത്തിന്റെ പുതിയ താരം. സിനിമാടൻ വിനോദ് ഞാൻ പറഞ്ഞു വരും. അയ്യോ ലേറ്റായി പോയി, താമസിച്ചു പോയി. അറിയാലോ, തിരക്കായി.
അറിയാലോ തിരക്കറിയാം. ലൊക്കേഷൻ ലൊക്കേഷനിലേക്കുള്ള ഓട്ടമാണ് ഞാൻ. അപ്പൊ എന്താ വണ്ടിയൊന്നുമില്ലേ? അല്ല ഓടുകയെന്ന് പറഞ്ഞാ അല്ല അങ്ങനെയല്ല, തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണല്ലോ. അതെ വിനോദ് സാറേ, എടി ഇതാണ് എന്റെ ഭാര്യ. അല്ല, ഇതാണ് എന്റെ ഭാര്യ. വിനോദ് സാർ അറിയാല്ല. ഒരു കാര്യം പറഞ്ഞു, ഈ പുള്ളിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ താരങ്ങൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരും. സുഹൃത്തെ, വിളിക്കാന്നുള്ള അവന്റെ മര്യാദ. ഈ അസമയത്ത് വലിഞ്ഞു കയറി വരാണ്ടിരിക്കാൻ നിങ്ങളുടെ മര്യാദ. ഒരു കുടുംബത്തിൽ ഇങ്ങനെ അസമയത്ത് ഇങ്ങനെ കയറി വരാന്ന് പറഞ്ഞാൽ നാണം ഇച്ചിരി ഉളുപ്പ് അത് വേണം. വെറുതെ ഒരാൾ വിളിക്കുമ്പോഴേക്കും ഇൻസർട്ട് ചെയ്യില്ലേട്ടോ, അത് ആരാന്നറിയാവാ? ഭാര്യയുടെ അച്ഛനാണ്. എന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ പറയല്ല. ഇവന്റെ അച്ഛനൊന്നും പറയല്ല, കാരണം 1.5 കിലോ അവൽ എപ്പോഴും വയലുണ്ടോ ഒന്നും പറയല. ഒരു കാര്യം, ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ പോകട്ടെ. ചേട്ടാ ദേ വന്നേ. ഇതെന്തിനാ കണ്ടെത്തിയേക്കണത്? സർപ്രൈസ് നല്ല കാര്യം, അവൻ ഞെട്ടട്ടെ. ഇവൻ എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ, ഞാൻ 1 2 3 പറയുമ്പോ കണ്ടെടുക്കാം. അവള് നീ ഞെട്ടാൻ പോകണം മോനെ. 1 2 3 കോക്കാച്ച് സൂക്ഷിച്ച് നോക്കണ. വിനോദ് സാറ് മറ്റേ സിനിമയിലുള്ള പിന്നെ എന്റെ കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞു. താമസിച്ചു പോയാ? അറിയാലോ, തിരക്കായിരുന്നു. വളരെ സന്തോഷം, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അകത്ത് ഒരു ശകലം കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. വൈഫിന് ചെറിയൊരു ആമയുടെ മൊയിലിനെ കഥ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അതല്ല, അപ്പൊ ഇച്ചിരി തിരക്കാണ്. ഞാൻ ഉറങ്ങാൻ ഇത്ര നേരിട്ട് ഉറങ്ങാൻ ഉറക്കണ്ട ഇതുകള്. അതെ സാറേ, വേറൊന്നുമല്ല. ഈ കല്യാണത്തിന് കവറൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ രാവിലെ മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ പുതുമുഖ താരത്തിന്റെ ഒരു സിനിമയുണ്ട്. അപ്പൊ ഞാൻ കവറ് എല്ലാം എണ്ണയിട്ട് വിട്ട് ഇപ്പൊ 3 മണിയായി ഇവനകത്തോട്ട് പോയപ്പോ അതാണ്. എന്താണ് എന്താ ഈ സമയത്തൊക്കെയാണ് ഈ കല്യാണം? പുള്ളിയുടെ ആദ്യ രാത്രി ഫ്രീ ആക്കി വിട്ടുകൊടുക്കണ്ട. അതിനവൻ നല്ല രീതിയിൽ അളിയന് തന്നു. കൊടുകൈ കാര്യം ശരി. നിങ്ങൾ സിനിമയിൽ വളരെ പരമ ബോറായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലായി? ഓക്കെ ഓക്കെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തോ. അപ്പൊ ഓക്കെ 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 കേട്ടോ. ഓക്കെ ഇറങ്ങി ആരും ഒന്നും ഒരു മിനിറ്റ് ചെറിയ കാര്യം. ഇത് പിടിച്ചതിനെക്കാട്ടി വലുതാണല്ലോ ആളായിരിക്കുന്നത്. ഇതേപോലെ ഒരു സംഭവം എന്റെ വീടിനടുത്തുണ്ടായി. ഈ കഴിഞ്ഞിടക്ക് കല്യാണം ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനെ പിടിച്ച് അവിടെ ഇരുത്തി. ഈ അമ്മാവനും അളിയനൊക്കെ കൂടി കണക്ക് നോക്കാൻ. എന്റെ ദൈവം, അപ്പോഴാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു തെണ്ടി വലിഞ്ഞു കയറി വന്ന് കാണും. അതല്ലെന്ന് ഈ കവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സമയം പോയതറിഞ്ഞില്ല. പോയി നമ്മൾ പറഞ്ഞില്ല. 5 മണിയായി. ഈ ചെറുക്കൻ കിടന്നിട്ടില്ലേ? ചെറുക്കൻ ചെന്ന് കഥ അങ്ങോട്ട് തുറന്നപ്പോ കത്തിരിക്കണം. അത് എവിടെ എന്ത് ചത്തിരിക്കണം? അല്ലല്ലേ, ആ കഥവിന്റെ ഇടയിലാണ് പല്ലിയായിരിക്കും ചത്തിരിക്കുന്നത്. അതല്ലെന്ന്, കട്ടിലൊരു കത്തിരിക്കണം. ഈ കത്ത് തുറന്നു നോക്കിയപ്പോഴാണടാ നിങ്ങൾ ഇവിടെ കവറ് പൊട്ടിച്ചോ, ഞാൻ കറവക്കാരന്റെ കൂടെ പോയി എന്നും പറഞ്ഞ് പെണ്ണങ്ങട്ട് പെണ്ണോടിച്ചോടി പോയി. അല്ല, അങ്ങനൊക്കെ സംഭവിക്കൂ. പിന്നെ പക്ഷെ ഇത് ഇവിടെ സംഭവിക്കത്തില്ല. എന്താ ഇവിടെ കറവക്കാരനില്ല. ഇല്ല, പശുവിനെ അകടി വെക്കൊണ്ട് കറവക്കാരനെ പറഞ്ഞിട്ട് വെക്കുക. അതല്ല സുഹൃത്തെ, ഇതൊരു ശരിക്കും ഒരു കാര്യം പറഞ്ഞു. ഈ 10,000 നെല്ലുണ്ടെങ്കിൽ കറവക്കാരൻ കർണാടകയിൽ നിന്ന് വരും. അങ്ങനെ ചൊല്ലുണ്ടോ? പിന്നെ അങ്ങനെ വെച്ചല്ലോ. അപ്പൊ വന്നതിൽ സന്തോഷമായല്ലോ. സന്തോഷം, ഭയങ്കര സന്തോഷമായി. പോണ സമയം ഒത്തിരി ആയി. ഒന്നും കഴിക്കാല്ലോ സുഹൃത്ത്, ഒന്നും കഴിക്കാനില്ല. അല്ല ഒന്നും വേണ്ട. ഒരു കാര്യം പറഞ്ഞു. പ്രസന്റേഷൻ അതെ, എങ്ങനെ പറ, ഈ ലൊക്കേഷനിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ആണല്ലോ, വയറിന് ചെറിയ കംപ്ലൈന്റ്. ഒന്ന് ബാത്റൂമിൽ പോകണം എനിക്ക്. വയറിന് ബ്രിങ്ങാസം ചെറുതായിട്ട്. ഇവിടെ പോണം. എന്റെ ഭാഗ്യോട് എന്ത് എന്റെ വീട്ടിലൊരു സെലിബ്രിറ്റി വന്നിട്ട് ഇതാണ് എന്റെ ഓസ്കർ അവാർഡ്. അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് സന്തോഷമായി സാറേ. ഒന്നും കഴിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷമായി. ഇത് എന്റെ വീട്ടിൽ തന്നെ ആരും അറിയരുത്. ഒരാളും അറിയില്ല. ഒരാളും അറിയില്ല. ഇതെന്റെ ഭാഗ്യാണ്, ദൈവം തന്ന ഭാഗ്യാണ്. സെലിബ്രിറ്റിയാണ്. സാറിന്റെ നിന്ന് വരച്ചതെങ്കിലും അഭിനയിച്ചല്ലേ. ഓക്കെ ഓക്കെ. അവരോട് പറയണ്ട. ആരോടും പറയല. ഓക്കെ ഓക്കെ കേട്ടാ, ചെറിയ സംഭവം. എന്താടാ എന്റെ ചെറിയ ഭാഗ്യം? ഞാൻ പറഞ്ഞില്ലേ, വയറിന് ചെറിയൊരു ഒന്ന് ടോയ്ലറ്റ് വല്ല പറമ്പിലും പറഞ്ഞ ഇൻസർട്ട് ചെയ്യല. ഒന്നുമില്ല, എന്തിനാണ്? ഒന്നുമില്ല. അല്ല, ഞാൻ എന്റെ സ്വന്താണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ എന്റെ ഭാര്യ ഒന്നുമില്ല. എന്താ പ്രശ്നം? എന്താ ഒന്നുമില്ലടി, നമ്മളെ ഭാഗ്യാണ്. സാർ ഇവിടെ വന്നപ്പോ സാറിന് വയറിന് ചെറിയൊരു ബ്രിങ്ങാസം. സെലിബ്രിറ്റിയാണ്. നമുക്ക് യൂറോപ്യൻ അവന്റെ മുറിയിലല്ലേ ഉള്ളത്. അതാകുമ്പോ ഇനാഗ്രേഷൻ നടക്കും. മനസ്സിലായില്ലേ? യൂറോപ്യൻ ക്ലോസിന്റെ ഇനാഗ്രേഷൻ പുള്ളി ചെയ്തോ. എന്ന് ഞാൻ അവനോട് ചുട്ടോട്ടെ. ഒന്നുമില്ല, ഇത് ഉദ്ഘാടനം കൂടെ സാറ് ചെയ്യണം. ലൊക്കേഷനിൽ പരിപ്പാണ് ഗ്രീൻ പീസ്. എന്താണ് സംഭവം കൊടുക്കുന്നത്? എന്റെ അച്ഛൻ ഇൻസർട്ട് ചെയ്യല്ലേ പുള്ളി. ഒന്നുമില്ല, വാ വാ വാ.
വിനോദ് സാർ ഈ പുലല നേരത്തെ കട്ടൻ ചെല്ലാണ്ട് പോയെ എടാ. എപ്പോഴും കാണാൻ തന്നെ താജ്മഹലാ. അതല്ലടാ പുള്ളി പിന്നെ പുള്ളിക്കൊന്ന് ബാത്റൂമിൽ പോണം. ഹലോ മിസ്റ്റർ, ഞാനാണോ നിങ്ങളുടെ കക്കൂ? ആണോ? നിങ്ങൾക്ക് പോകാൻ പാടില്ല പറമ്പിലെ കാര്യം. അളിയ ഇൻസർട്ട് ചെയ്യരുത്. നിന്റെ അവിടെയല്ലേ ഉള്ളൂ യൂറോപ്യൻ ക്ലോസറ്റ്. പുള്ളിനെ അങ്ങനെ ഇരുത്താനൊക്കെ അല്ല ഒരു ഭാഗ്യമായിട്ട് വരുന്നത്. നീ ആ സോമമ്മേശ്വരോട് ഞാൻ പറഞ്ഞ ആ കോപ്പറത്ത് അതിനകത്ത് പണിത് വെക്കല്ലേ അത് നാശം പിടിക്കാൻ ഓരോരുത്തർ കയറി വരും. കുഴപ്പമില്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യരുത്. ആ സമയം പോണടിയാ. ഒന്നുമില്ല. അയ്യോ ഇത് മറ്റേ സിനിമയിലെ വിനോദേട്ടാ. അയ്യോ ചേട്ടാ, ചേട്ടന്റെ കഷ്ടപ്പാട്, ദാരിദ്ര്യം, കറുത്ത കൈകൾ, എന്തിനു പറയുന്നു ചേട്ടന്റെ പരവേശം എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നീ അവന്റെ പരവേശം കാണാതെ എന്റെ പരവേശം ഒന്ന് മനസ്സിലാക്കണേ നീ. മാറ് ചേട്ടാ. ശ്ശോ, ഒന്ന് പോയേ ചേട്ടാ. ഒരു സെൽഫി, സാറിന്റെ കൂടെ നിന്ന് കളിച്ച തെങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തെങ്ങ് കയറണം, നിന്ന് കളിച്ച അളിയൻ ഒരു അച്ഛനെ ഇനി ഇന്ത്യ അളിയനെ തല്ലിക്കൊന്ന് ഞാൻ കുഴിച്ചിട്ടിട്ട് അളിയന്റെ മണ്ടയ്ക്ക് ഞാൻ തെങ്ങ് വെക്കും. നീ കൂടി നില്ലടാ. അത് ശരിയാവില്ല. എന്താണ്? ഇപ്പുറത്ത് പടി. അങ്ങനെ അല്ല അതാ ശരിയാവില്ല. കുറച്ച് സമയം കൂടി ഞാൻ മുട്ടിയിരുന്നു ഞാൻ നിൽക്കട്ടെ. എടുത്തോ. ചേട്ടാ ഞാനൊന്ന് എടുത്തോട്ടെ. എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. ഞങ്ങൾ കൂടി പെട്ടെന്നാണ്. അപ്പൊ ഞാനില്ലേ അച്ഛൻ കയറുന്നു. അച്ഛൻ്റെ അച്ഛൻ കയറുന്നു. വാ. അല്ല ഇത് ആരെടുക്കും? എടാ നീ പോയിട്ട് ഫോട്ടോ എടുത്തരാ. ഞാൻ എടുക്കാം. മോളിൽ കിടന്നടി. ഞാൻ എടുക്കാം. മോളിൽ കിടന്ന്. നിനക്ക് ഇങ്ങനെ ഓക്കെ സാർ ഒന്ന് ചിരി സാർ. ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ. അല്ല എന്റെ ഫാമിലി അല്ലേ നിങ്ങൾ? എന്റെ ഭാര്യ, അച്ഛൻ. FB യിൽ ഇടണം, ലൈക്ക് ഇടണം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ post ചെയ്യണം. സംഭവം എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊരു സാധനം ലക്ഷ്യം വെച്ച് അത് ചെയ്യണം. മനസ്സിലായി എന്റെ ബുദ്ധിമുട്ട്. ഓക്കെ അല്ലല്ല ഞാനും കൂടെ എന്റെ അളിയാ. എനിക്ക് എനിക്ക് ആരെങ്കിലും പോയ വേഗം എടുക്ക്. അച്ഛൻ എടുക്ക്. ഞാൻ എടുക്കാൻ പറ്റൂല അത്. ദേ മോനെ ഈ ഫോട്ടോ ഒന്ന് എടുത്തറ ഫോട്ടോ. ഞാനാ? അപ്പൊ ഞാൻ ഈ ഫോട്ടോ വേണ്ടേ? താൻ എല്ലാ ഫോട്ടോയും കയറുന്നല്ലേ? ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ടൈമിംഗ് തെറ്റിരിക്കട്ടോ. ചിരിച്ചോണ്ടാ തിരിച്ചാ സാറ് ചിരിക്കട്ടെ. ഓക്കെ നൈസായിട്ട് പിടിച്ചു. നേരെ ഓടിക്കും. ഏതാണ്? അങ്ങോട്ട് ഓടിക്കും. ഇതാണല്ലേ? ഒന്ന് ലെഫ്റ്റ് സൈഡ്. ഒരു ബുദ്ധിമുട്ടില്ല. Okay അല്ലേ? സാറിന് ബുദ്ധിമുട്ടില്ല. പഞ്ചായത്ത്. ഇതെന്റെ ഭാഗ്യാണ്. മോളെ 2 മിനിറ്റ് സമയമുള്ള 2 മിനിറ്റ്. ഇങ്ങോട്ട് വന്നേ. നീ എന്താ പറഞ്ഞ സിനിമാക്കാരും വന്നില്ല എന്നൊക്കെയല്ലേ? ഇനിയും വരും ആൾക്കാര്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, നാദിർ ഷാ, കോട്ടയം നസീർ, വിശാരടി, പക്രു, ടിനീട്ടോ എല്ലാരും വരും. അറിയാം നിനക്ക്. ഞങ്ങളത് വിളിച്ചാ മതി. എന്റെ കക്കൂസിനകത്ത് പോകാനാ. അയ്യേ അതിനല്ല ഈ വീട്ടിൽ കല്യാണം വിളിച്ചതിന് അവരൊക്കെ തിരക്കാണ് ഷൂട്ടിന്റെ, അതുകൊണ്ടാണ് വരാത്തത്. എന്റെ അളിയന്റെ ഒരു സിനിമ കാണാൻ കൂട്ടുകാരൻ വന്നപ്പോ എന്റെ ആദ്യ രാത്രി അളിയൻ പൊളിച്ചു. ഈ കണക്കിന് അളിയന്റെ സിനിമാക്കാര് കൂട്ടുകാർ മുഴുവൻ വന്നിരുന്നേ എന്റെ കല്യാണം അളിയൻ പൊളിക്കത്തില്ലായിരുന്നു അളിയ. അതെ മോളെ, നേരം എടുത്ത് അപ്പൊ ഐശ്വര്യമായിട്ട് മോളുടെ കൈ കൊണ്ട് നല്ലൊരു കട്ട ചാച്ചിന്റെ അടുത്തേ. അതെ 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 മോളെ, കട്ടൻ ചായ മാത്രാക്കണ്ട, അളിയന് കഴിക്കാൻ നല്ല ഒന്നാം ഒരു കടി അങ്ങോട്ടായിരിക്കും. അത് അവളോട് പറയണ്ടളിയാ. അളിയനുള്ള കടി ഞാൻ തരാം. നീ തന്നാലും മതി.